വിവാദങ്ങൾക്ക് പിന്നാലെ മലപ്പുറം പരാമർശത്തിൽ ദ ഹിന്ദുവിനെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നും അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും ദ ഹിന്ദു പത്രാധിപർക്ക് അയച്ച കത്തിൽ പറയുന്നു. ഒരു സ്ഥലമോ പ്രദേശമോ അഭിമുഖത്തിൽ പരാമർശിച്ചിട്ടില്ല. തെറ്റുതിരുത്തി വിശദീകരണം നൽകണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്ന് രാവിലെയാണ് മലപ്പുറത്തെ കാര്യങ്ങളിൽ മലപ്പുറം ജില്ല എന്നല്ലാതെ മറ്റൊരു ജില്ലയെ പറയാൻ പറ്റുമോ എന്ന് AK ബാലൻ പറഞ്ഞത്. പക്ഷേ മലപ്പുറം പ്രയോഗം പൊള്ളി എന്ന പാർട്ടിക്ക് മനസ്സിലാവുകയാണോ? എന്താണ് ഈ കത്തിൽ? സ്മൃതി, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഹിന്ദു അഭിമുഖത്തിൽ വന്ന പരാമർശങ്ങൾ പൊള്ളിക്കുന്നു പാർട്ടിയെയും സർക്കാരിനെയും എന്ന് വ്യക്തമാണ്. ആ പൊള്ളലിൽ നിന്നാണ് ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് അതൃപ്തി അറിയിച്ചുകൊണ്ട് തിരുത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് അയച്ചിരിക്കുന്നത്. PM മനോജ് ഹിന്ദു പത്രാധിപർക്ക് അയച്ച കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പറ്റിയോ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തെ പറ്റിയോ ഒരു തരത്തിലുള്ള പരാമർശവും നടത്തിയിരുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ഹവാല ഇടപാടിലൂടെയും സ്വർണ്ണക്കടത്തിലൂടെയും പിടികൂടിയ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നു എന്ന കാര്യവും മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞതായി അഭിമുഖത്തിൽ അച്ചടിച്ച് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ തെറ്റായി കോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലുള്ള തങ്ങളുടെ ഗൗരവതരമായ കൺസേൺ അറിയിക്കുന്നുവെന്നാണ് ഈ കത്തിൽ പറയുന്ന കാര്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ദിനപത്രം തങ്ങളുടെ ഈ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത്. അത്തരമൊരു തിരുത്തൽ നടപടി ഉണ്ടാകേണ്ടത് പൊതുധാരണ തിരിച്ചു കൊണ്ടുവരാൻ വളരെ അനിവാര്യമാണ്, നിർണായകമാണ് എന്ന കാര്യം കൂടി കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ആ കാര്യത്തിൽ അതായത് എ ക്ലാരിഫിക്കേഷൻ ദാറ്റ് ആക്യുറേറ്റ്ലി പ്രസൻസ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ആക്ച്വൽ വ്യൂസ് വുഡ് ബി ക്രൂഷ്യൽ ഇൻ റെസ്റ്റോറിംഗ് പബ്ലിക് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പ്രിവെന്റിംഗ് ഫർദർ മിസ്ഇന്റർപ്രിട്ടേഷൻ. ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന തെറ്റായ വ്യാഖ്യാനങ്ങൾക്കും ഒപ്പം തന്നെ പൊതുധാരണ തിരിച്ചു കൊണ്ടുവരുന്നതിനും ഇത്തരമൊരു തിരുത്തൽ നടപടി ഹിന്ദുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ഏറ്റവും അനിവാര്യമാണ്, നിർണായകമാണ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടേതായി വന്ന മലപ്പുറം പരാമർശത്തിന്റെ പൊള്ളൽ എത്രത്തോളമാണ്, എത്ര തീവ്രമാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് പിന്നാക്കം പോകുന്നു എന്നുകൂടി അതിനെ മനസ്സിലാക്കേണ്ടി വരില്ലേ? ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയ്ക്ക് എന്തൊക്കെ കൊടുത്തു, മലപ്പുറം ജില്ല എങ്ങനെ ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളാണല്ലോ മുഹമ്മദ് റിയാസ് രാവിലെ പ്രതികരിച്ചത്. അതിനു മുന്നേ AK ബാലന്റെ പ്രതികരണമായിരുന്നു. മലപ്പുറം ജില്ലയിൽ നടക്കുന്ന കള്ളക്കടത്തിനെ മലപ്പുറം ജില്ല എന്നല്ലാതെ മറ്റൊരു ജില്ലയാക്കി പറയാൻ പറ്റുമോ എന്നൊരു വാദമാണ് AK ബാലൻ പറഞ്ഞത്. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ ശേഷമാണ് ഇങ്ങനെയൊരു പിഴവ് ദ ഹിന്ദുവിനാണ് പറ്റിയത്, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ വിശദീകരണം വരുന്നത്. ഇതെങ്ങനെയാണ് ഇനി പുറത്ത് ഇതിന്മേൽ പ്രതികരണം വരാനിരിക്കുന്നത്? സ്മൃതി, രാവിലെ തന്നെ ഹിന്ദുവിന് പിഴവ് പറ്റിയെന്നൊരു പ്രതികരണം CPIMന്റെ മുതിർന്ന നേതാവും മുൻ പോളിറ്റ് ബ്യൂറോ അംഗവുമായ S. രാമേന്ദ്രൻപിള്ള തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു. ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾ തെറ്റായ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നു എന്നാണ് S. രാമേന്ദ്രൻപിള്ള തിരുവനന്തപുരത്ത് പറഞ്ഞത്. എന്നാൽ സ്മൃതി സൂചിപ്പിച്ചതുപോലെ AK ബാലൻ ഇതൊന്നും മനസ്സിലാക്കാതെ മറ്റൊരു തരത്തിലുള്ള പ്രതികരണങ്ങളുമായി മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അൻവർ ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ കുറ്റപ്പെടുത്തുന്നത് ഹിന്ദു ദിനപത്രം എന്ന കാര്യം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ്, ദ ഹിന്ദു 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 എന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എന്നാണ് ബാലൻ പരിഹസിച്ചത്. മാത്രമല്ല, ഹിന്ദു ദിനപത്രത്തിന് ഹിന്ദുക്കളുമായി ഒരു ബന്ധവുമില്ല എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളും AK ബാലൻ്റെതായി ഈ ഭാഗത്ത് വന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറയാത്തതാണ് ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നതിൽ AK ബാലനും വലിയ തോതിൽ വീഴ്ച വന്നു. അദ്ദേഹം മറ്റൊരു തരത്തിലേക്ക് ഈ പരാമർശത്തെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെന്ന് വേണം കരുതാൻ. എന്തായാലും ഈ കാര്യത്തിൽ വ്യക്തത മുഖ്യമന്ത്രി തന്നെ വരുത്തുമെന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. കോഴിക്കോട്ടെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഈ ഹിന്ദു ദിനപത്രത്തിൽ വന്ന മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ വ്യക്തത വരുത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തിരുത്തൽ, ഒരു പിന്നോട്ട് പോക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അത് പറഞ്ഞില്ല എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ്, ആ പറഞ്ഞില്ല എന്ന വാദത്തിന് കളമൊരുക്കുന്നതിന് വേണ്ടിയാണ് ഹിന്ദു ദിനപത്രത്തിന്റെ പത്രാധിപർക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് ഔദ്യോഗികമായി തന്നെ കത്തയച്ചിരിക്കുന്നത്.